പ്രേക്ഷകർക്ക് മാസ്റ്റർ ഓഫ് ഫോർ ഈ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു, എന്താണെന്ന് നോക്കാമെന്നതിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അറിയാം, ഇതൊരു ടെറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് ബാധകമായിരിക്കും. ഒന്നാമത്തെ കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഒരു ബന്ധം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അതുവരെ നിങ്ങൾ കാണാത്ത ഒരു ലോകത്തേക്ക് എത്തപ്പെടുകയാണ്. സ്വപ്നതുല്യമായൊരു ബന്ധം, ഒരു ന്യൂ ബിഗിനിങ് അവിടെ ഉണ്ടാകുന്നു. ആരുടെയോ ഹൃദയത്തിലേക്ക് നിങ്ങളും അവരുടെ ഹൃദയത്തിലേക്ക് നിങ്ങളെത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവരും എത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ അവരും അവരുടെ ഹൃദയത്തിൽ നിങ്ങളും എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു മാസ്മരമായ ലോകത്താണ് നിങ്ങൾ. ആദ്യമായി പ്രണയം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുവരെ നിങ്ങളുടെ ആരുമല്ലാത്ത ഒരാൾ നിങ്ങളുടെ എല്ലാമായി തീരുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു. ഹൃദയത്തിൽ അതുവരെ നിങ്ങൾ അനുഭവിക്കാത്തൊരു നിർവൃതി നിങ്ങൾ അനുഭവിക്കുന്നു. തീർത്തും അന്യമായിരുന്നൊരു വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. അത് പറഞ്ഞു തീർന്നാൽ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇതുവരെ നിങ്ങൾ അറിയാത്ത, ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത ഒരിഷ്ടം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുണ്ടാകുന്നു. അതിനെ ആർക്കും നിർവചിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ആ ഇഷ്ടം ഉണ്ടായി, എങ്ങനെ നിങ്ങൾ അടുത്തു, അതിനെക്കുറിച്ചൊന്നും ഒരു കാഴ്ചപ്പാടുകളും പറയാൻ കഴിയുന്നില്ല. ഏതായാലും ഭൂമിയെ പിളർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടോ ഈ ലോകത്തെ ആകാശത്തെ മാറ്റിമറിച്ചുകൊണ്ടോ ഒരു പ്രണയം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കുന്നു, ആ വ്യക്തിക്ക് തിരിച്ചും ഉണ്ടായിരിക്കുന്നു. അത് തുടക്കമാണ്. ആ തുടക്കം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാൻ എങ്ങനെ പ്രണയിച്ചു പോയി, ഞാൻ എങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്ന ഒരു തലത്തിൽ നിന്നാണ് കാര്യങ്ങൾ വരുന്നത്. രണ്ടാമത്തെ കാർഡിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും പോകാം. ഒരു വാഗ്ദാനമാണ്, ഒരു ദൈവീക വാഗ്ദാനം. നിങ്ങൾ ആ വ്യക്തിക്കും ആ വ്യക്തി നിങ്ങൾക്കും ആത്മീയമായൊരു ചൈതന്യത്തോടൊരു വാഗ്ദാനമായിരിക്കുന്നു. നിങ്ങളുടെ പ്രണയത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു. പക്ഷേ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഭാവിയെക്കുറിച്ചും, എങ്ങനെ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രണയിച്ചു, ആരാണ് നിങ്ങളെ ഈ പ്രപഞ്ചത്തിൽ പ്രണയിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നത്, അല്ലെങ്കിൽ ആരുടെ വാഗ്ദാനപ്രകാരമാണ് നിങ്ങൾ പ്രണയിച്ചത്, ആരുടെ തീരുമാനപ്രകാരമാണ്, നിങ്ങളായിട്ട് തിരഞ്ഞെടുത്തതാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയാലും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദൈവികമായൊരു ശക്തി, ദൈവം നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയ ഒരു പ്രണയമായത് മാറുന്നു. ആത്മീയമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ, നിങ്ങളുടെ പ്രപഞ്ച ശക്തി തിരഞ്ഞെടുത്ത് നൽകിയതാണ് ഈ പ്രണയമെന്ന് നമുക്ക് കരുതേണ്ടി വരും. ആ പ്രണയത്തിൻ്റെ മാസ്മരമായ ആ നിലപാടും ആ മാസ്മരമായ ചൈതന്യവും അതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരിക്കലും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്താൽ പ്രണയിച്ചതല്ല, നിങ്ങളൊരിക്കലും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്താൽ തിരഞ്ഞെടുത്തതല്ല. അതിനപ്പുറത്തേക്ക് പ്രണയത്തിൻ്റേതായ ഒരു മാസ്മരമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് പ്രണയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഒരുമിച്ചുള്ള ആ പ്രണയത്തെ തകർക്കാനോ നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രണയത്തെ തച്ചുടക്കാനോ ആർക്കും കഴിയില്ല. പ്രണയാർദ്രമായ നിങ്ങളുടെ മനസ്സ്, പ്രണയാർദ്രമായ നിങ്ങളുടെ ഹൃദയം, അത് ഈശ്വര ചൈതന്യത്താൽ അധിഷ്ഠിതമാണ്, ദൈവികമായ ഒരു ചൈതന്യമാണ്. നിങ്ങൾക്ക് അന്യമായിരുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങളുടേതാക്കി മാറ്റിയ ഒരു ശക്തിയുണ്ട് ഈ ഭൂമിയിൽ. നിങ്ങളുടെ സ്വപ്നങ്ങൾ അതിലുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ ഒരുക്കിയ ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലുണ്ട്. നിങ്ങളെ തിരഞ്ഞെടുക്കുകയായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി. ആത്മീയ ചൈതന്യത്താൽ, നിങ്ങളുടെ പ്രപഞ്ചശക്തിയാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ്, അല്ലാതെ നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിലൊരു തീരുമാനം മുകളിൽ നിന്നുണ്ടായിരിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ രണ്ടുപേർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടതായൊരു ബന്ധമായി മാറിയിരിക്കുന്നു.
നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് ഇവിടെ ദൃശ്യമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിന് ഉദാഹരണമായിട്ട് നിങ്ങളുടെ ബന്ധം മാറുകയാണ്. മൂന്നാമത്തെ കാർഡ് അതാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു സ്വപ്നതുല്യമായ ജീവിതം. ആ സ്വപ്നതുല്യമായ ജീവിതത്തിലേക്ക് നിങ്ങൾ വരികയാണ്. അതൊരു സ്വർഗം പോലെയാണ്. നിങ്ങൾ പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രണയം അതിൻ്റെ എല്ലാ ദിശകളിലും പൂത്തുലയുകയാണ്. ഒരു പൂത്ത പൂമരം പോലെ സ്വർഗത്തിലെ എവിടെയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നവിടത്ത് സ്വർഗം നിങ്ങളുടെ ശക്തി ക്രിയേറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ലഭിച്ചൊരു ജീവിതമാണ്. ആ ജീവിതത്തിൽ നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാകുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പരസ്പരം കാണിച്ച ആത്മാർത്ഥതയും സ്നേഹം കൊണ്ട് മാത്രം വിരിഞ്ഞൊരു പ്രണയമാണ്. ഈ പ്രണയത്തിന് ഇതിലും വലിയൊരു ഭാവമില്ല. ഈ പ്രണയത്തിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല. നിങ്ങൾക്കായി ഈശ്വരൻ നൽകിയ പ്രണയമാണ്. നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കാരണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ആത്മാർത്ഥതയുടെ ലെവൽ അത്രത്തോളമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.